ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തി ഇന്ന് തിയേറ്ററിലെത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ ലഭ്യമായിരിക്കണം. അപ്പം വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ന്യൂട്ടൺ സിനിമ നിർമ്മിച്ച് റോഷൻ മാത്യു, ദർശന രാജ്യത്തിന് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തി. ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്താനിക ഡയറക്ട് ചെയ്ത ചിത്രമാണ് പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. 2022 ശ്രീലങ്ക നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ വിലക്കയറ്റവും ഇന്ധനവും മരുന്നുകൾ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യവും ജനകീയ പ്രക്ഷോഭങ്ങളുമാണ് പാരഡൈസിന്റെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ഒരുപാട് അവാർഡുകൾ നേടിയെടുത്ത ചിത്രമാണ് പാരഡൈസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. സെഞ്ചുറി ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിൽ എത്തിച്ചിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറും ടീസറും തന്നെയായിരുന്നു ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെക്കുറെ വെയിറ്റിംഗ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടി. എത്രത്തോളം വിജയമാകുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ചിത്രം ആദ്യ ഷോ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന പ്രേക്ഷകരെല്ലാം തന്നെ ചിത്രത്തിന്റെ ആസ്വാദകരെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പോലും മികച്ച ചിത്രങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നത് കണ്ടു തന്നെയാണ്. ഒരുപക്ഷെ കൽക്കി എന്ന് പറയുന്ന സിനിമ ഓപ്പോസിറ്റ് വലിയൊരു വിജയമായിട്ട് മാറുമ്പോൾ അത് ആ ഒരു വിജയത്തിൽ അലയടിച്ച് പോകുമോ നമ്മുടെ പാരഡൈസ് എന്ന് പറയുന്ന കൊച്ചു ചിത്രമൊന്നും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അഭിപ്രായം ചിത്രത്തിന്റെ വരും ഷോകളിൽ നിലനിർത്താൻ സാധിച്ച ഒരു ഫാമിലി ഓഡിയൻസിന് അല്ലെങ്കിൽ യുവാക്കളെ അടക്കം ചിത്രം കാണാൻ വേണ്ടി പ്രേരിപ്പിച്ച ഈ ഒരു സിനിമയും വലിയൊരു വിജയമായിട്ട് മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പാരഡൈസ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ റോഷൻ മാത്യു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.